മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. മുട്ടത്തോർ അല്ല 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 ബാലൻ, തകഴി, അടൂർ ഗോപാലകൃഷ്ണൻ. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നെല്ലിക്കാമുക്ക് പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി ആയുർവേദ വൈദ്യശാലയാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചെർണിയൂറാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം ജബ്ബാർ സഞ്ജീവി ആയുർവേദ വൈദ്യശാല നൽകുന്ന പാണന്റെ മുക്ക് കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്ന വിഷ ചികിത്സാ രംഗത്തും ത്വക്ക് രോഗ ചികിത്സാ രംഗത്തും പ്രഗത്ഭമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ആദ്യ മലയാളി ആര്? എം.ടി. വാസുദേവൻ. അണ്ണ എന്താണെന്ന് പറയുന്നു? എല്ലാം ഓക്കെ ആണല്ലേ? എം.ടി. വാസുദേവൻ നായരല്ല, മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. അറിയില്ല. അറിയാൻ വയ്യ. അപ്പോൾ ഇതിനു മുമ്പും നിരവധി സമ്മാനങ്ങൾ ഞങ്ങളുടെ നേടിയിട്ടുണ്ട്. ഇന്ന് പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ മലയാളി. മുട്ടത്തോർ അല്ല 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 ആദ്യത്തേതാണ്. ആദ്യം മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ആദ്യ മലയാളി. അറിയാൻ വയ്യ. അപ്പൊ എന്തായാലും മറ്റാരെങ്കിലും പറയൂ. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി. സിനിമ അറിയാം, പക്ഷെ എന്റെ തിരക്കഥ. സിനിമ ഏതാണ്? ബാലൻ. അത് ആദ്യ ശബ്ദചിത്രം. ഓ, അതാണ്. ഓക്കെ. ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക. പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവിയെ കേട്ട് കാണുമല്ലേ? നമ്മൾ പാരമ്പര്യമായിട്ടുള്ള വിഷചികിത്സാ രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കൂടാതെ അവർ 4 തലമുറകൾ പിന്നിട്ട ഒരു പാരമ്പര്യമാണ് അവർക്കുള്ളത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ? അറിയില്ല. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? അറിയില്ല. ഞങ്ങളുടെ കൈവശം ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? ആദ്യ മലയാളി ഇപ്പം ആരാണെന്നുള്ള ഓർമ്മയില്ല. ശരി. ഞങ്ങളുടെ കൈവശം ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ചേച്ചിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത്. ഞങ്ങളുടെ ചോദ്യം ഇതാണ്: മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? ചുരുക്കി പറഞ്ഞാൽ തിരക്കഥാകൃത്തിനുള്ള ഭാരത അവാർഡ് നേടിയ ആര്? കുറച്ച് പറയൂ. ബാക്കി ആർക്കെങ്കിലും ഭിന്നാഭിപ്രായം ഉണ്ടാന്ന് നോക്കട്ടെ. അറിയില്ല. അറിയില്ല. എന്നാൽ തകഴിയല്ല. മികച്ച ചലച്ചിത്രത്തിനുള്ള തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് വാങ്ങിച്ചത് തകഴിയല്ല, മറ്റൊരാളാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? എം.ടി. വാസുദേവൻ. അല്ല. അറിയില്ല. അടൂർ ഗോപാലകൃഷ്ണൻ. അല്ല. അപ്പോൾ സാധാരണഗതിയിൽ വിജയണ്ണൻ എല്ലാത്തിനും ഉത്തരങ്ങൾ പറയുന്നതായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ കടുപ്പപ്പെട്ട ചോദ്യം തന്നെയായിരുന്നു. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി
SL പുരം സദാനന്ദനാണ്. അഗ്നിപുത്രി എന്ന ചലച്ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്കാണ് 1967-68 കാലഘട്ടത്തിൽ റിലീസായ ആ ചിത്രത്തിൻ്റെ ആ തിരക്കഥയ്ക്കുള്ള അവാർഡാണ് അദ്ദേഹം നേടിയത്. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ അവാർഡാണ്, ദേശീയ തലത്തിലുള്ള രണ്ടാമത്തെ അവാർഡായിരുന്നു ആദ്യം മലയാളി നേടിയത്. എന്തായാലും ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ മുഹമ്മദ് നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.